എന്തായാലും മോൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ച് വരാൻ തോന്നിയല്ലേ, മഞ്ജുവിന് സന്തോഷാവും. ഡോക്ടർ എന്താ പറഞ്ഞ? പേടിക്കാനൊന്നുമില്ല. പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാൻ എന്താ കാരണം? അത് പിന്നെ എന്താ കാര്യം ചേട്ടാ? ആ ഫാൻസി സാറാണ് എല്ലാത്തിനും കാരണം. ബിസ്കൂട്ടാ, അങ്ങള് മിണ്ടാ നിന്നേ. ചേട്ടൻ കാര്യം പറ. അയാൾ പറയുന്നത് കേൾക്കാതെ മഞ്ജു സീരിയസ് ആയ ഒരു രോഗിയെയും വണ്ടിയെയും കടത്തിവിട്ടു. അതിന്റെ ദേഷ്യം തീർക്കാനായിട്ട് ഫ്രാൻസിസ് സാർ മഞ്ജുവിനെ ആളുകളുടെ മുന്നിൽ വെച്ച് വായത്തുനിന്ന് വൃത്തിയടക്കെ പറഞ്ഞു. മഞ്ജു സ്വന്തം അച്ഛന്റെ കൊലയാളിയുടെ കുഞ്ഞിനാണ് ചുമക്കുന്നതെന്ന് പോലും അയാൾ പറഞ്ഞു. അതിന്റെ പ്രഷർ താങ്ങാൻ വയ്യാതെ മഞ്ജു ബോധം കിട്ടി വീണത്. ഞാൻ അതിനു മാത്രമൊന്നും പറഞ്ഞില്ലെന്നേ. അപ്പോഴത്തേക്ക് അവള് ബോധം കിട്ടി വീണില്ലേ? തനിക്കൊക്കെ മനുഷ്യത്വം ഉണ്ടോടോ? ഗർഭിണിയാണെന്ന് പോലും നോക്കാതെ ഒരു സ്ത്രീയോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ തനിക്ക് എങ്ങനെയാണോ തോന്നിയത്? ഗർഭിണിയാണെങ്കിലേ ലീവ് എടുത്ത് വീട്ടിലിരിക്കണം. പോലീസുകാരുടെ ജോലി എന്ന് പറഞ്ഞാലേ ഇങ്ങനെ തന്നെയാ. അതിന്റെ പ്രഷർ താങ്ങാൻ പറ്റാത്തവരെ തല ഇറങ്ങി വീണെന്നിരിക്കും. അതിന് കൂടെ ജോലി ചെയ്യുന്നവരെ കുറ്റം പറയരുത്. എടോ, തന്നെപ്പോലെ ഒരു പോലീസുകാരൻ മതി ഒരു സ്റ്റേഷനിലെ എല്ലാ പോലീസുകാരുടെയും പേര് കളയാൻ. താൻ മരിക്കാൻ കിടക്കുന്ന ഒരു രോഗിയെ കടത്തിവിട്ടതിനല്ലേ എന്റെ ചേച്ചി ചീത്ത വിളിച്ചേ? നീ എനിക്കിട്ട് പാര വച്ചല്ലേ, നിന്നെ ഞാൻ കണ്ടോളാം. താൻ എന്ത് കാണിക്കാനാടോ? ഇങ്ങനെ തനിക്ക് താഴെയുള്ളവരോട് മുട്ടാൻ കാണിക്കുന്ന ആവേശം ഗോപാലനെ പോലെ നാട് മുടിക്കുന്ന കാട്ടുകള്ളന്മാരോട് കാണിക്കണോ? അതിന് തനിക്ക് പറ്റില്ല. കാരണം അതിന് നട്ടല് വേണം. ശബ്ദം താഴ്ത്തി സംസാരിക്കടി. നീ ഒരു പോലീസുകാരനോട് സംസാരിക്കുന്നത്. താനാണോ പോലീസ്? ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവരാ പോലീസ്. അല്ലാതെ അവരെ പറ്റിച്ചും വെട്ടിച്ചും സ്വന്തം പോക്കറ്റ് നിറയ്ക്കുന്നവരല്ല. മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിലേ ഫ്രാൻസിസ് മതി മതി. അല്ലെങ്കിൽ മഞ്ജുന്റെ കാര്യത്തിൽ ഞാൻ തനിക്കെതിരെ ആക്ഷൻ എടുക്കേണ്ടതാ. ഇനി വെറുതെ മഹിമയുടെ അടുത്ത് ഒരു സീനുണ്ടാക്കി പ്രശ്നം വഷളാക്കണ്ട. ഫ്രാൻസിസ് സാറിന്റെ കാര്യം വലിയ കഷ്ടമാ. എന്തൊക്കെ ചെയ്താലും ശരി, SI സാർ ഇവളുടെ കുടുംബത്തെ മാത്രമേ സപ്പോർട്ട് ചെയ്യൂ. സാറേ, അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ഞങ്ങളൊക്കെ എന്താ രണ്ടാം തരക്കാരാണോ? പോലീസുകാരെ ഡ്യൂട്ടി ചെയ്യുന്നതനുസരിച്ച് തരംതിരിക്കുകയാണെങ്കിൽ നിങ്ങളൊക്കെ രണ്ടാം തരത്തിൽ പോലും വരില്ല. ഇതൊരാശുപത്രിയാണ്. ഇനി ഒരക്ഷരം രണ്ടുപേരുടെ വായിൽ നിന്ന് വീണു പോകരുത്. അങ്ങളെ, ഞാൻ ഇറങ്ങും. മോള് പോവുകയാണോ? മഞ്ജുനിപ്പോ ബോധം തെളിയും. കണ്ടിട്ട് പോയാ പോരെ? സാരമില്ല, എനിക്ക് ചേച്ചിയോടൊന്നും സംസാരിക്കാനില്ല. ചേച്ചി അഡ്മിറ്റായെന്ന് പറഞ്ഞപ്പോ ഒന്ന് കാണാൻ വന്നേ ഉള്ളൂ. എന്റെ ചേച്ചിയെ ബുദ്ധിമുട്ടിച്ചതിന് തന്നെ കൊണ്ട് ഞാൻ കണക്ക് പറയിപ്പിക്കും. ഇങ്ങനൊരു പോലീസുകാരൻ ഈ നാടിന് വേണ്ട. ഒന്ന് കേൾക്ക്. എന്താ പറയാനുള്ളത്? നിന്റെ അച്ഛനെ കൊന്നതിന് കൂട്ടുനിന്നതിന് എനിക്ക് കുറ്റബോധമുണ്ട്. എന്നോട് ക്ഷമിക്കണം, സോറി എന്നാണോ? ചേച്ചിക്ക് ഗിരിയേട്ടനോട് ക്ഷമിക്കേണ്ട ആവശ്യം ഉണ്ടാവും. എനിക്ക് അങ്ങനെയൊന്നുമില്ല. നീ എന്നെ എത്ര വേണമെങ്കിലും വെറുത്തോ. മാപ്പർഹിക്കാത്തൊരു തെറ്റ് തന്നെയാ ഞാൻ നിന്നോടും മഞ്ജുവിനോടും ചെയ്തത്. പക്ഷെ എന്നോടുള്ള ദേഷ്യം നീ മഞ്ജുവിനോട് കാണിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അവളെ നിന്നെ സ്വന്തം മോളുടെ സ്ഥാനത്താ കാണുന്നത്. നീ അവളോട് ദേഷ്യപ്പെട്ട അവൾ ഒരിക്കലും സഹിക്കില്ല. എത്രയൊക്കെ പിണങ്ങിയാലും നിനക്ക് അവളോടുള്ള സ്നേഹം കുറയില്ല എന്ന് എനിക്കറിയാം. ഇല്ലെങ്കിൽ പിന്നെ അവള് തലയിറങ്ങി വീണുന്ന് കേട്ടപ്പോ നീ ഓടി ചെല്ലുമായിരുന്നോ? ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഗിരിയേട്ടൻ എത്ര മനസ്സിലാക്കാൻ ശ്രമിച്ചാലും പറ്റില്ല. അതുകൊണ്ട് അതിന് ശ്രമിക്കാതിരിക്കുന്ന നല്ലത്. പിന്നെ ചേച്ചിയോട് സ്നേഹമുള്ളതുപോലെ ഗിരിയേട്ടൻ ദയവ് ചെയ്ത് അഭിനയിക്കരുത്. ശരിക്കും സ്നേഹം ഉണ്ടായിരുന്നെങ്കിലേ ഗിരിയേട്ടൻ ചേച്ചിയെ പറ്റിച്ച് കല്യാണം കഴിക്കില്ലായിരുന്നു. ചേച്ചി ഗോപാലനെതിരെ അന്വേഷണം നടത്തുന്നുണ്ടെന്നും നിങ്ങൾ രണ്ടുപേരും കുടുങ്ങാൻ സാധ്യതയുണ്ടെന്നും മനസ്സിലാക്കിയിട്ട് കൃത്യമായി കണക്ക് കൂട്ടി നടത്തിയ നീക്കുമായിരുന്നു നിങ്ങളുടെ കല്യാണം.
ഭാര്യയായി കഴിഞ്ഞ പിന്നെ ചേച്ചി ഒരിക്കലും ഗിരിയേട്ടനെതിരെ നിൽക്കില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ചു. എങ്ങാനും ചേച്ചിക്ക് വീണ്ടും വിചാരം ഉണ്ടാവാതിരിക്കാനായിരിക്കും പെട്ടെന്ന് പ്രഗ്നന്റ് ആക്കിയത്. മഹിമേ, ഒച്ച വെക്കണ്ട. ഈ ഗുണ്ടായ്സൊക്കെ നാട്ടുകാരുടെ അടുത്ത് ഇറക്കിയാ മതി. ഞാൻ മാധവന്റെ മകളാ, എന്റെ അടുത്തൊന്നും ഏൽക്കില്ല. ശരി, നീ പറഞ്ഞതുപോലെ എല്ലാ തെറ്റും എന്റെ ഭാഗത്ത് തന്നെയാ. നിന്നെ പോലെ തന്നെ നിന്റെ ചേച്ചിയും എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എനിക്ക് അവളും കുഞ്ഞും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇനി എന്ത് ചെയ്താലാ ഞാൻ ചെയ്ത തെറ്റിനുള്ള പ്രായച്ചിത്താവുന്നു പറഞ്ഞതാ. ഞാൻ വെറുതെ പറഞ്ഞിട്ട് മാത്രം കാര്യമില്ലല്ലോ. ഗിരിയേട്ടനത് ഒരിക്കലും ചെയ്യില്ല. നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറ. ഗിരിയേട്ടൻ കുറ്റസമ്മതം നടത്തി ശിക്ഷ ഏറ്റുവാങ്ങണം. അത് മാത്രം പോരാ, ഗോപാലന എന്റെ അച്ഛനെ കൊന്നെന്ന് മൊഴി കൊടുക്കാൻ വേണം. നിങ്ങൾ രണ്ടുപേരും ചെയ്ത തെറ്റിന് നിയമം അനുശാസിക്കുന്ന ശിക്ഷ അനുഭവിച്ചാൽ മതി. കഴിഞ്ഞതെല്ലാം മറക്കാൻ കഴിയില്ലെങ്കിലും ഗിരിയേട്ടനോട് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞു വരും. എന്താ, പറ്റുമോ? പറ്റില്ല അല്ലേ? പിന്നെ വെറുതെ കുറ്റബോധം ഉണ്ടെന്ന് പറയരുത്. ഞാൻ എന്ത് ശിക്ഷ വേണമെങ്കിലും ഏൽക്കാൻ തയ്യാറാ. പക്ഷെ ഗോപാൽജി, ഞങ്ങളുടെ അച്ഛനെ കൊന്ന മനുഷ്യനെ ഗിരിയേട്ടൻ സംരക്ഷിക്കുന്നത്. ഇതറിഞ്ഞിട്ട് ഗിരിയേട്ടനോട് ഞങ്ങൾ ക്ഷമിക്കണം എന്നാണ് ഗിരിയേട്ടൻ ആഗ്രഹിക്കുന്നത്. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഗോപാലിനോട് കാണിക്കുന്ന വിശ്വാസം കാരണം ഗിരിയേട്ടന് നഷ്ടപ്പെടാൻ പോകുന്നത് സ്വന്തം കുടുംബമായിരിക്കും. ആ ദുഷ്ടനോട് നന്ദി കാണിക്കാൻ ഇത്രയും വലിയ വില കൊടുക്കണമെന്ന് ചിന്തിച്ചു നോക്ക്. സാറിന്റെ മുന്നിൽ വെച്ചല്ലേ ആ മഹിമ ഫ്രാൻസിസ് സാറിനെ അപമാനിച്ചത്. സാർ എന്നിട്ട് കമാന്നൊരു അക്ഷരം മിണ്ടിയില്ല. ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാത്ത സാറിനെ വിശ്വസിച്ച് ഞങ്ങൾ എങ്ങനെയാ സാറെ ജോലി ചെയ്യുക? താൻ സൗകര്യം ഉണ്ടെങ്കിൽ ജോലി ചെയ്താൽ മതി, എനിക്ക് ഒരു നിർബന്ധവും. ഞാൻ നിങ്ങളുടെ മേലുദ്യോഗസ്ഥനാണെന്നത് പോലെ തന്നെയല്ലേ ഫ്രാൻസിസ് മഞ്ജുവിനും? എന്നിട്ട് ഇയാള് മഞ്ജുവിനെ സംരക്ഷിക്കണ പോലെയാണോ പെരുമാറിയത്? എത്ര തവണയായി ഇയാളെ പാവത്തിന് ബുദ്ധിമുട്ടിക്കുന്നത്? അവൾ എന്ത് വിശ്വസിച്ചാണ് തന്റെ കൂടെ ജോലി ചെയ്യേണ്ടത്? ഇപ്പോഴാണെങ്കിലും താൻ കൊടുത്ത സ്ട്രെസ് കാരണമല്ലേ അവള് ബോധം കെട്ട് വീണത്. മാധവനും മക്കളും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു തനിക്കറിയില്ലേ? എന്നിട്ടും തനിക്ക് അവളോട് മാധവന്റെ കൊലയാളിയുടെ കുഞ്ഞിനെയാണ് അവൾ ചുമക്കുന്നതെന്ന് പറയാൻ എങ്ങനെ തോന്നിയിടും? എന്താ ഗിരിയേട്ടൻ കാണിക്കുന്നേ? ഒരു പോലീസുകാരനെയാണോ തല്ലുന്നേ? ഇയാളെ ബഹുമാനിച്ചില്ലെങ്കിലും ഇയാളിടുന്ന യൂണിഫോമിനെ ബഹുമാനിക്കണം. മഞ്ജു, നിനക്കിപ്പോ എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി മേലാൽ താൻ ഇവളെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിച്ചാൽ വേണ്ട. എനിക്ക് വേണ്ടി സംസാരിക്കണ്ട. ഫ്രാൻസിസ് സാർ പറഞ്ഞത് തെറ്റായിരിക്കും. പക്ഷെ ഇത് തന്നെയായിരിക്കും നാളെ നാട്ടുകാരെല്ലാം പറയാൻ പോകുന്നത്. അവർക്കൊരു സ്ത്രീയുടെ മുഖത്ത് നോക്കി അത് പറയാതിരിക്കാനുള്ള മര്യാദയുണ്ട്. ഇയാൾക്കതില്ല. അത്രയുള്ളൂ വ്യത്യാസം. എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഫ്രാൻസിസ് സാറല്ല, ഗിരിയേട്ടനാ. മോളെ, ഞാൻ വേണ്ട. ഗിരിയേട്ടൻ പൊയ്ക്കോ. ഡിസ്ചാർജ് ആകുമ്പോ ഞാൻ വീട്ടിലേക്ക് വന്നോളാം.